السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ദുബായ് KMCCയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ അമീൻ, ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന ആദരണീയരായ നേതാക്കളെ, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, KMCCയെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. UAE അതിൻ്റെ 53ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഈ നീണ്ട 5 പതിറ്റാണ്ടുകൾക്കിടയിൽ UAE നേടിയ നേട്ടങ്ങളും വികസനങ്ങളും ലോക ജനതയ്ക്ക് നൽകിയ സംഭാവനകളുമൊക്കെ നമ്മൾ സ്മരിക്കുക. ഈ 50 കൊല്ലങ്ങൾ കൊണ്ട് UAEയിലെ ഓരോ സംസ്ഥാനവും അഭൂതപൂർവമായ നേട്ടങ്ങളുണ്ടാക്കി. വികസന രംഗത്ത് അത്ഭുതകരമായ കാഴ്ചകളാണ് ഈ പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടുവന്നത്. ആ വികസനങ്ങളും നേട്ടങ്ങളും പക്ഷേ ഈ UAEയിൽ മാത്രമല്ല ഒതുങ്ങി നിന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ പ്രവാസികൾക്ക് ഈ 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന കാലത്ത് ഈ രാജ്യം നൽകിയ മഹത്തായ സംഭാവനകളുണ്ട്. ഈ രാജ്യം വികസിച്ചതും വളരുകയും ചെയ്തതോടൊപ്പം തന്നെ ലോകത്തിലെ ഇവിടെ എത്തിച്ചേർന്ന പ്രവാസികൾ അവരുടെ രാജ്യത്തെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും മേഖലകളിലേക്ക് എത്തിച്ചു എന്നത് നമുക്ക് അനുഭവഭേദ്യമാണ്. UAE വളർന്നപ്പോൾ തന്നെ UAEയിലെത്തിയ ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ഇന്ത്യ രാജ്യത്തിനും കേരള സംസ്ഥാനത്തിനും നൽകിയ സേവനങ്ങൾ, അതിൻ്റെ വളർച്ചയിൽ നൽകിയ പങ്കാളിത്തം വിസ്മരിക്കാൻ കഴിയില്ല. 50 വർഷങ്ങൾക്ക് മുമ്പ് കേരളം എന്തായിരുന്നു എന്നും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്തായിരുന്നു എന്നും നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. അതിൽ നിന്ന് ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് കേരളത്തെ വളർത്തിയത് ഇവിടെ വന്ന് അത്യധ്വാനം ചെയ്ത പ്രവാസികളാണ്. അപ്പോൾ UAEയുടെ വളർച്ചയോടൊപ്പം വളർച്ച നേടിയ നാടാണ് നമ്മുടേത്. ഈ രാജ്യമാണ് അതിനുള്ള അവസരം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയത്. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റം, ഗതാഗത സൗകര്യങ്ങളിലുണ്ടായ മാറ്റം, വ്യാവസായിക രംഗത്തുണ്ടായ മാറ്റം, മതരംഗത്തുണ്ടായ മാറ്റങ്ങൾ, വളർന്നു വന്ന ആരാധനാലയങ്ങളും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ഈ പ്രവാസികളുടെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഈ രാജ്യം വളർന്നതും വികസിച്ചതും അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള ദരിദ്ര രാഷ്ട്രങ്ങളെ വളർത്തിയതും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും ആഘോഷങ്ങളോടൊപ്പം നമ്മളും ആ ആഘോഷത്തിൽ പങ്കാളികളാകുകയും പരമാവധി അവരോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതലായി സന്തോഷ തിമർപ്പിൽ ആറാടുന്നു. ഈ അവസരത്തിൽ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട KMCCയുടെ സഹപ്രവർത്തകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, KMCC എന്നത് 4 അക്ഷരമല്ല, 4 ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 4 അക്ഷരങ്ങളല്ല KMCC. ലോകത്താകമാനമുള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ, പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ, അവരുടെ വേദനകളിൽ പങ്കാളികളാകാൻ നിറഞ്ഞ മനസ്സുമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് KMCC. ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്ന് സംഘാടനം ആരംഭിച്ച് ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും KMCCയുടെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് KMCC ആണ്. അതുകൊണ്ടും അവസാനിച്ചിട്ടില്ല.
ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, KMCC ആണ്. ലോകത്തിലെ എണ്ണിയാൽ ഒടുങ്ങാത്ത രാജ്യങ്ങളിൽ സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് KMCC. അവരവിടെ സംഘടന ഉണ്ടാക്കുന്നത്, പ്രസിഡന്റ് ആകുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ല, അവിടെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും അവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും പോകാനല്ല. അവർ സംഘടന ഉണ്ടാക്കുന്നത് തങ്ങളുടെ വരുമാനത്തിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കുന്നത്, തങ്ങളുടെ സമയത്തിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കുന്നത് പാപങ്ങളുടെ കണ്ണീരൊപ്പാനാണ്, പാപങ്ങളുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനാണ്, അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനാണ്. ആ ബോധ്യമാണ് KMCC. അതിലെ ഏറ്റവും വലിയ, അത് ആരംഭിച്ചത് ദുബായിൽ നിന്നാണ്. അതിന് മഹത്തായ നേതൃത്വം, ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യേണ്ടുന്ന ഒരുപാട് നേട്ടങ്ങൾക്ക്, സേവനത്തിന് ഈ ദുബായ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ആ പഴയകാല പ്രതാപത്തിലേക്കും പ്രൗഢിയിലേക്കും തിരിച്ചു പോകാൻ ഡോക്ടർ അമീൻ സാഹിബിൻ്റെയും യഹിയ സാഹിബിൻ്റെയും PK ഇസ്മായിലിൻ്റെയും നേതൃത്വത്തിൽ ഈ സംഘടനയ്ക്ക് സാധിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും നൽകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ആഘോഷത്തിലും സന്തോഷത്തിലും നിങ്ങളോടൊപ്പം ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജയ് ഹിന്ദ്.